ചേട്ടൻ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ പോകാൻ. ചേട്ടന്റെ ഒരു പറയുമ്പോൾ സത്യം കേട്ടോ, വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഒരു പ്രോഗ്രാമായിട്ട് പോകുന്നത്. ഒരു പാസ്പോർട്ട് ഫുള്ളും അടിച്ചു തീർത്തു, അടുത്തത് പകുതിയായ പാസ്പോർട്ട്. ചേട്ടൻ അയ്യോ കഷ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമയത്തൊക്കെ തോന്നും എൻ്റെ ഭഗവാൻ ഇവരെന്തായി പറയുന്നതെന്ന്. ഇതിങ്ങനെ ഓൺലൈൻ ചാനലും കൂടി ഇല്ല, ശമ്പളത്തിനാണോടെ. പണ്ട് ബാല ഇതേപോലെ ചെയ്യലുണ്ട്. അതൊക്കെ ബാലേൻ്റെ കൂടെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 ഓൺലൈൻ ചാനലുകാരുണ്ടാവും പോലും. അതുപോലെ തന്നെ എന്താണ് ഈ രേണുസുതി എവിടെ പോകുമ്പോഴും ഇവരെയും കൊണ്ടുപോക്കാണോ? അല്ല, അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണേ. എന്തൊക്കെ തള്ളുന്ന്. നമ്മളെ എന്താ പറയുക, കൊല്ലസുതി ഒരുപാട് രാജ്യങ്ങൾക്ക് പോയിട്ടുണ്ടാവും. അങ്ങേരെ കൂടെ പോയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറും ബേഡും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങേരെന്താ പോയിട്ടെന്താ അവിടുന്ന് നെല്ലാണോ വാങ്ങിച്ചത്? അല്ല മോളെ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്രയൊക്കെ രാജ്യങ്ങൾക്ക് പോയി കൊല്ലസുധീൻ്റെ പൈസ കൊടുത്തു, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇയാളെ പൈസ കൊടുത്തു, അവസാനം മരിച്ചപ്പോഴേ അവിടെ എന്ന് പറഞ്ഞാൽ വാടക വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് വീടെടുത്ത് തന്നു. അപ്പോൾ ഇയാളെ പൈസ തെച്ചു ആരാ കൊണ്ടുപോയത്? അതാണ് എനിക്കറിയേണ്ടത്. അതിൻ്റെ ഇടയിൽ ആരോ വന്നിട്ട് പറയുന്ന കേട്ടു ഇവരുടെ എന്താ പറയുക ആർക്കോ സുഖമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും നോക്കുമ്പോൾ അയാളൊക്കെ പയറ് മണി പോലെയാണ് എണീച്ച് നടക്കുന്നത്. അയാളെല്ലാം ഇങ്ങനെ ഓടി നടക്കുകയാണ്. അയാളിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമ്പ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അയാൾ സുഖമില്ലാതാക്കി പിന്നെ കൊല്ലസുതി പോയപ്പോഴും പിന്നെ അസുഖം നേരെയാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതലേ നമ്മൾ രേണു നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അതായിരിക്കാം. അതായത് കൊല്ലസുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിലും പ്രാരാബ്ദത്തിലും തന്നെയാണ്. അങ്ങനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിലങ്ങായിട്ട് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊല്ലസുതീനെ കാണുമ്പോഴും ഞാനൊക്കെ ഒളിച്ച് നടക്കലാണ് നിന്നത്. കാരണം അതറിയാം, പൈസ ചോദിക്കാൻ പോലും ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കടം ചോദിച്ചിട്ട് അതിൻ്റെയൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ പൈസ ചോദിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ ഓരോരോ ആൾക്കാർ അതിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിലിട്ട് നമ്മൾ കണ്ടതാണ്. അതിനെതിരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് രേണു പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ്, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിയായാലും അല്ലെങ്കിൽ മറ്റുള്ള പണിയായാലും നമ്മളെല്ലാവരും തന്നെ ഈ കർക്കിടക മാസം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഈ കർക്കിടക മാസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും ചെവിയില്ലാതെ മഴയായിരിക്കും ചിലപ്പോഴും. അപ്പം അങ്ങനെ വരുമ്പോഴും നമ്മളെല്ലാവരും എന്ത് ചെയ്യും, അന്ന് ഉണ്ടാക്കി വെച്ചതിന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടാകും. അതാണ് പിന്നെ ഒരു മാസം നമ്മൾ ആഹാരമായിട്ട് കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ കൊല്ലം സുധിയും അതുപോലെ തന്നെ സുധിയുടെ ഭാര്യയ്ക്ക് എന്താ ഇതൊന്നും ഓർമ്മയില്ലായിരുന്നാ? ഈ കിട്ടുന്ന തേച്ചു ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഒരു വിദേശ യാത്ര കഴിഞ്ഞ് വന്നാൽ ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു 3-4 ലക്ഷം രൂപ ഉണ്ടാവും കയ്യിൽ. ഇനി ഒന്നും വേണ്ട, ഒരു 2 ലക്ഷം വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടി. ഒരു 2 ലക്ഷം രൂപ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് വരുമ്പോഴേക്കും തന്നെ ഒരു 10-15 പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ ആ ഒരു മാസം കൊണ്ട് ഏകദേശം ഒരു 2 ലക്ഷത്തിന് അടുപ്പിച്ച് കിട്ടും. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റായിട്ടും അതുപോലെ തന്നെ മറ്റേതായിട്ടും ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കൊല്ലസുതിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ, അയാളെ ഭയങ്കര ഇഷ്ടമല്ലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടും അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ സന്തോഷിപ്പിക്കുന്നുണ്ടാകും. അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പൈസ എന്താണ് ചെയ്തത്? അതാണ് ഞാൻ പറയുന്നത്. ഒന്നിക്കൽ ഇയാൾ നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ രേണുസുതിയും കൊല്ലം സുധിയും കൂടി 2 പേരും തമ്മിൽ നല്ലോണം അടിച്ചു പൊളിച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം രേണുസുതിക്ക് ജീവിക്കാൻ കുറച്ചും കൂടി അധികം പൈസ വേണ്ടി വരും. അതാണ് രേണുസുതി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഞാൻ പൈസ ഉണ്ടാക്കും. ഇന്നിപ്പോഴും ഞാൻ നോക്കുമ്പോൾ ബ്ലോഗർമാരെല്ലാം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എന്തോ കാര്യം എന്ന് തുറന്ന് കാണിക്കുന്നത്. ഞാൻ ഇനിയും തുറന്ന്, എൻ്റെ പൊന്ന് സഹോദരി, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ നമ്മളെയൊന്നും ആരുമല്ല. അതാണ്, നിങ്ങൾ നമ്മളെയൊന്നും ആരുമല്ല. ഇനി എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഓരോരുത്തന്മാർ നിങ്ങൾ വെച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് കോഴിക്കോടുകാരനും എറണാകുളംകാരനും തൃശ്ശൂരക്കാരനും മറ്റവനൊക്കെ കാണിച്ചു കൂട്ടുന്ന രംഗങ്ങൾ കാണുമ്പോഴേ നിങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട്, കാരണം അവർ നിങ്ങളെ കൊണ്ട് കോമാളി വേഷം കെട്ടിക്കുകയാണ്. അവർ നിങ്ങളിങ്ങനെ കളിക്കാൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ കുറച്ചെണ്ണം കാണുന്നില്ലേ, ഇപ്പോൾ എരേരേൻ്റെയും മരേരേൻ്റെയും കൂടെ കാണുന്നില്ലേ? അതായത് എന്തും തുറന്നിട്ടിരും അതുപോലെ അടച്ചു വെച്ചിട്ടും കാണിക്കുന്ന കുറേ എണ്ണത്തിൽ കാണുന്നില്ലേ? അവർക്കൊക്കെ എന്തെങ്കിലും സമൂഹത്തിൽ വിലയുണ്ടോ? അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി അല്ലെങ്കിൽ ഒരു കുറച്ച് ഇത് കഴിഞ്ഞാലെങ്കിലും നമ്മൾ ആ ഒരു ഇത് ഇപ്പോഴൊന്നും പറഞ്ഞാൽ ഏതോ ഒരു വ്ളോഗർമാർ ഇത് ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പറയേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വെക്കുക, അല്ലെങ്കിൽ ഇനി കുറേ നാൾ കഴിയുമ്പോൾ അവർ നിർത്തിക്കോളെന്ന് വെക്കുക. ഇത് അവർക്ക് ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാരെ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തിനാണ് അങ്ങനെ വെല്ലുവിളിക്കുന്നത്? ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് പോകുമ്പോൾ നിങ്ങളങ്ങ് പൊക്കോളുക. നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ മുഴുവൻ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റ് കൊടുക്കാൻ നിൽക്കുന്നത്? ഇപ്പം രേണുസുതി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അതായത് ഓരോരുത്തർക്കും വേണ്ട കണ്ടന്റ് രാവിലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അവരത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല റീച്ചും ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഈ രേണുസുതി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരിക്കലും പണ്ടൊക്കെ ഒരു വിധവയാണ് അല്ലെങ്കിൽ എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴതൊക്കെ കേൾക്കുമ്പോൾ ഒരു അരോചകത്വമാണ്. അതായത് നമുക്ക് തീരെ താല്പര്യമില്ല അത് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു വിധവകളും ഇങ്ങനെയല്ല. വിധവകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, പണ്ടൊരു വിധവേൻ്റെ കഥ അതിനി പറയാൻ കഴിയില്ലായിരുന്നു. പറഞ്ഞ് മടുത്ത എന്നാലും വേണ്ടിയില്ല കുറച്ച് പറഞ്ഞോ. അതായത് തൂപ്പുകാരി മക്കളെ 2 പേര് IAS കാരാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിധവകളുള്ള നാടാണ് നമ്മളത്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഒരു കുഞ്ഞിനെ പോറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവർ അതിൻ്റെ തോന്നിയവാസങ്ങളൊക്കെ കാണിക്കുന്നത്. കാണിച്ചോ, ഞാൻ പറഞ്ഞാൽ ഇവിടെ ആർക്കും നഷ്ടമില്ല. കാരണം എന്താ, നമ്മുടെ സഹോദരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവല്ല നിങ്ങൾ, അല്ലെങ്കിൽ വേറെ ആരുമല്ല. ഇപ്പം നിങ്ങൾ എന്ത് കാണിച്ചു പോലും എന്ത് കാണിച്ചില്ല പോലും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും. ഇപ്പോഴും നിങ്ങൾ ഓരോ നിങ്ങൾ ഓരോരാളെ വെല്ലുവിളിക്കുമ്പോഴും നിങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവന്മാർക്ക് എന്തെങ്കിലും ഉണ്ടോ? അവന്മാരെങ്കിലും ബന്ധുവാണോ? അല്ല അവന്മാർ ആരെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? അതാണ് ഞാൻ പറയുന്നത്. അവരെന്തോ പറയട്ടെ, എന്തോ ചെയ്യട്ടെ, നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള മറുപടികൾ കൊടുക്കുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണുസുതിക്കും വേണ്ടത് കുറച്ച് ഫെയിം തന്നെയാണ്. രേണുസുതിക്ക് ഇങ്ങനെ അങ്ങ് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ കത്തിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രേണുസുതി എന്ത് ചെയ്യും, ആദ്യം തന്നെ മൂട്ടിൽ കൊണ്ടുപോയിട്ടൊരു തിരികൊളുത്തും. അത് പിന്നീട് അങ്ങ് ആളി പടർന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ രേണുസുതിനെ ആരും ടാർഗറ്റൊന്നും ചെയ്യുന്നില്ല. രേണുസുതിക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് രേണുസുതി തന്നെയാണ് എല്ലാവരെയും ഇളക്കി വിടുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ, ശരിക്കും നമ്മളൊക്കെ വിചാരിക്കും ഭയ എന്തിനാണ് ഇവന്മാർ രേണുസുതിൻ്റെ പുറകിൻ്റെ. പക്ഷേ ഒരു ദിവസം രേണുസുതിൻ്റെ പുറകെ ഇവർ നടന്നിട്ടില്ലെങ്കിൽ രേണുസുതിനെ ആർക്കും ഓർമ്മയുണ്ടാവില്ല. രേണുസുതിക്ക് ഫെയിം കിട്ടത്തുമില്ല. എല്ലാ ദിവസവും രേണുസുതിൻ്റെ വീഡിയോ എടുക്കുകയും അതിന് കമൻറ്റ് വരികയും ഇതൊക്കെ ചെയ്യുമ്പോഴാണ്, അവിടെയാണ് നമ്മുടെ ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയ ആയിക്കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രേണുസുതിൻ്റെ കണ്ടന്റ് അങ്ങ് കയറ്റി വിടുന്നത്. അല്ലാതെ ആരെങ്കിലും ഇപ്പം നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഇത് കയറി പോകണ്ടെങ്കിൽ എത്ര കയ്യെ കാലേ പിടിക്കണം. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കയറി പോകുന്നില്ലേ? അത് എന്തുകൊണ്ടാണ്? അത് കത്തിക്കാനുള്ള കഴിവ് രേണുസുതിക്കുണ്ട്. രേണുസുതി അത് ചെയ്തുകൊണ്ടിരിക്കലാണ്. അല്ലാതെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വിചാരിക്കുന്നത് എന്താ, അയ്യോ ആ പാവത്തിന് എന്തിനാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ആ പാവത്തിനെ വെറുതെ വിടൂ, അവരെന്തിനാണ്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവരെങ്ങനെയെങ്കിലും ഇതായിക്കോട്ടെ. പക്ഷേ എല്ലാവർക്കും രേണുവിനും അറിയാം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് ആരും ഒരു വീഡിയോയും ചെയ്തിട്ടില്ലേ. ഉച്ചയാകുമ്പോഴാണ് രേണുസുതിൻ്റെ ഈ ഒരു വാക്ക് വന്നത്. അപ്പോഴെല്ലാവരും അതിട്ട് അലക്കലായി. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ രേണു തന്നെയാണ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഫെയിം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ പോയാൽ മതി. ഇതേ രീതിയിൽ പോവുക. അതായത് പരമാവധി ജനങ്ങളെ വെറുപ്പിച്ച് കഴിഞ്ഞാലും പറഞ്ഞാൽ വെറുപ്പിച്ചാലും കാശാണ്, സന്തോഷിപ്പിച്ചാലും കാശാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പ് കിട്ടുന്ന അവർക്കാണ് കാശ്. അപ്പോൾ ഏതായാലും ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.